ആശംസകൾ. എല്ലാവരും ഇല്ലേ നമ്മൾ വേപ്പ് കണ്ടിരിക്കുന്നോ അല്ലയോ പുതിയ ഇത് കണ്ട്. ഹായ്, എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒരുപാട് നാളായി നമ്മൾ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇന്നെന്ന ഞായറാഴ്ചയാണ്. നമ്മളുടെ പാവലിൻ്റെ കൃഷിയും ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിളവെടുപ്പ് വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിളവെടുപ്പ് കണ്ടൻറ്റിലേക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പാവലിൻ്റെ പന്തൽ കേട്ടോ. അതായത് നമ്മളൊരു 10-20ഓളം മൂട് പാവലുകൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇതിൽ മുഴുവൻ നന്നായിട്ട് വൈറസ് അടിച്ചിട്ടുണ്ട്. പാവലിനുണ്ടാകുന്ന മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് എന്നൊക്കെ പറയുന്ന രോഗം നന്നായിട്ട് നമ്മുടെ ചെടിയെ ബാധിച്ചിട്ടുണ്ട്. നമ്മളത് കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കൃഷിയുമായി പരിചയമുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് കുറേ മരുന്നുകളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു തന്നു അത് പറിച്ച് കളയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ പാവയ്ക്ക് അത് 2 എണ്ണം ആയി നമ്മളിപ്പോൾ വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂട് മാത്രം, അവസാനത്തെ ഈ ഒരു മൂട് മാത്രം നമുക്ക് വൈറസ് ഒന്നും അടിക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടായ 2 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ പറിച്ചെടുത്തത് കേട്ടോ. എന്തായാലും നമ്മൾ ഇത്രയും പാവലൊക്കെ നട്ടപ്പോഴും ഇതൊക്കെ നമ്മൾ കവറിട്ട് മൂടേണ്ടതാണ്. ഇതൊക്കെ കവറിട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ കവറിട്ട് മൂടിയിരുന്നൊരു പാവയ്ക്കാണ് നമ്മൾ പറിച്ചെടുത്തത്. ഇത് കണ്ടോ, കുഞ്ഞു പാവയ്ക്ക് വൈറസ് വന്ന ചെടി ഒരെണ്ണം നിന്ന് പഴുത്ത് നിൽക്കുന്നു ഗൈസ്. നമ്മൾ ഈ പുഴുക്കുത്തുണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നതാണ്. അത് നന്നായിട്ട് പഴുത്ത്. അത് പക്ഷേ ഈ രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ പന്തൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഒരു ചെടി മാത്രമേ ഉള്ളൂ അത് ബാധിക്കാത്ത. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വെച്ചതല്ലേ, നമുക്ക് പറിച്ച് കളഞ്ഞ് പൂർണ്ണമായിട്ടും പറിച്ച് കളഞ്ഞ് അടുത്തൊരു വിളവെടുപ്പിലേക്ക് എടുക്കാനുള്ള സമയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ആ ചെടി അങ്ങ് നിലനിർത്തുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പാവൽ ചെടി വെക്കുന്ന വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ 2 പാവയ്ക്ക നമുക്ക് നല്ല 2 പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം പൂർണ്ണമായിട്ടും ജൈവ കൃഷി രീതിയാണ്. അതെ, നമ്മൾ ശരിക്കും ഇത് ആദ്യമായിട്ടല്ല ഇപ്പോൾ പറിക്കുന്നത്. 2-3 തവണ നമ്മൾ പറിച്ചു. നമുക്ക് കറിക്കൊക്കെയുള്ള പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതെല്ലാം മുരടിച്ച് ഭയങ്കര പ്രശ്നമായിപ്പോൾ. ഇതെല്ലാം നമ്മൾ മുറിച്ച് കളയേ നിവൃത്തിയുള്ളൂ. അങ്ങനെ കുറേ പാവയ്ക്ക് ഇത് കണ്ടോ, കുഞ്ഞ് പാവയ്ക്കായിപ്പോയി. ഇതൊക്കെ ശരിക്കും വിളവായി. അത് നമുക്കിനി കറിക്ക് വേണ്ടി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതാ ഈ പന്തലിൽ ഇനി നിൽക്കുന്നുണ്ട് കുഞ്ഞ് പാവയ്ക്ക. അത് ആ മൂട് മുഴുവൻ നമുക്ക് പണി കിട്ടിയതാണ്. ഇത് കണ്ടോ, ഇത് മറ്റേ വൈറസിൻ്റെ ഭാഗമായി കായൊക്കെ ചെറുതായി പോയതാ. എല്ലാം പറിച്ച് മാറ്റിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കായ്ച്ചയില്ലേ, കായ്ച്ച ശല്യം നന്നായിട്ടുണ്ടേ. കായ്ച്ച കുത്തി ഇത് നമ്മൾ കവറിട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ പാവയ്ക്കൊക്കെ നമുക്ക് ഈ സൈസിലെങ്കിലും കിട്ടിയേനെ. അപ്പോൾ നമ്മൾ കവറിട്ട് കൊടുത്തില്ല, അതിൻ്റെ ആണത് അങ്ങനെ ആയിപ്പോയെ. പിന്നെ നമ്മൾ കവറിട്ട് മൂടി വെച്ചിട്ടിരിക്കുന്ന പാവയ്ക്കൊക്കെ ഉണ്ടത്. ഇത് നമ്മൾ കവറിട്ട് മൂടി വെച്ചേക്കുന്ന പാവയ്ക്കാണ്. അപ്പുറത്ത് കവറിട്ട് മൂടി വെച്ചേക്കുന്ന പാവയ്ക്കുണ്ട്. ഓവറോൾ നമ്മളത് ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു നമ്മുടെ പാവൽ മാത്രം ചെയ്ത് ഇവിടുന്ന് അങ്ങേറ്റം വരെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊന്നും വർക്കായില്ല. പാവലിന് വലിയൊരു പ്രശ്നമാണ്. ഈ കൃഷിഭവനിൽ നിന്ന് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ച് മൂലമാണ് പാവലിന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയും. ഗൈസ്, നമ്മുടെ നല്ലൊരു പാവയ്ക്കാണ് ഇതിനകത്തുണ്ട് പഴുത്ത്. അതിൻ്റെ കവർ അഴിക്കട്ടെ. ഇതിൻ്റെ അവസ്ഥ തന്നെ ഞാൻ കാണിച്ചു തരാം. അത് അത്യാവശ്യം നല്ലൊരു പാവയ്ക്കായിരുന്നു. ഈ വൈറസൊക്കെ ഉള്ള ചെടിയിൽ ഉണ്ടായതാ ഗൈസ്. നമ്മളിത് സമയത്ത് പറിക്കാതെ പഴുത്ത് പോയി. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാൻ പറ്റുന്നത്? ഉണങ്ങാം അല്ലേ, കറിക്കെടുക്കാം. വേണമെങ്കിൽ അരി എടുക്കണ്ട, വൈറസ് വന്ന ചെടിയല്ലേ അല്ലേ. അങ്ങനെ
അപ്പോൾ നമ്മുടെ കോവലയിൽ 5-6 കായുണ്ട്, അത് നമ്മളങ്ങ് പറിക്കുകയാണ്. നമ്മൾ എന്തായാലും ഇന്ന് നമ്മുടെ വിളവെടുപ്പ് പൊളിക്കുക. നമ്മുടെ നമ്മുടെ മുളക് കൂടി 5-6 നമുക്ക് പറിച്ചെടുക്കാമേ. നമ്മൾ കരിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ നട്ടതാണ്, ചാക്കിനകത്ത് നട്ട മുളകാണ്. നമ്മൾ ചാക്കിനകത്ത് കരിയിലൊക്കെ ഇട്ട് വെച്ച് നട്ട് നമ്മുടെ ഉണ്ടമുളകുണ്ട് കേട്ടോ, അതും പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ എന്തായാലും ഒന്ന് പറിച്ചേക്കാണ്. ഒന്ന് പഴുത്ത മാത്രം നമ്മൾ പറിക്കാം. പിന്നെ നമ്മുടെ ചെടിയിൽ നിൽക്കുന്നുണ്ട്, എല്ലാ ചെടികളിലും കായുണ്ട്. തൽക്കാലം നമ്മൾ ഈ പഴുത്ത മാത്രമേ പറിക്കുന്നുള്ളൂ. പഴുത്തതും വിളഞ്ഞതും ആണോ? അവിടെ എന്തോ ഇരിക്കുന്നു? ആ ആ വലിയ ഒച്ചാണോ? എന്നിട്ട് മോൻ എന്തോ കൊടുത്തതിനെ? അങ്ങോട്ട് പോകണ്ട പാവേ. ഓ മൈ ഗോഡ്, ഒച്ചെങ്ങനെ ഇരിക്കുന്നേ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പൊന്നെ ഇതേ നേരെ അവിടെ എവിടെയോ പോയി ഒച്ചിനെ കണ്ട് പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ എക്സ്പ്രഷൻസ് കണ്ടായിരുന്നു ഗൈസ്. അവിടെ എന്തോ ഇരിക്കുന്നു? ആ ആ വലിയ ഒച്ചാണോ? എന്നിട്ട് മോൻ എന്തോ കൊടുത്തതിനെ? അങ്ങോട്ട് പോകണ്ട പാവേ. ഓ മൈ ഗോഡ്, ഒച്ചെങ്ങനെ ഇരിക്കുന്നേ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പൊന്നെ ഇതേ നേരെ അവിടെ എവിടെയോ പോയി ഒച്ചിനെ കണ്ട് പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ എക്സ്പ്രഷൻസ് കണ്ടായിരുന്നു ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പിൻ്റെ സന്തോഷം കേട്ടോ. നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, പക്ഷേ സന്തോഷമുണ്ട്. നമ്മൾ വെട്ടിക്കളയാൻ തീരുമാനിച്ച പാവൽ ചെടികളാണ്. അതിൽ നിന്ന് നമുക്ക് 3-4 നല്ല പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അത് കണ്ടില്ലേ, നല്ല സൈസ്, അത്യാവശ്യം നല്ല സൈസുള്ള പാവയ്ക്കയാണ്, നല്ല പാവയ്ക്കയാണ്. അതേപോലെ നമുക്ക് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കോവലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയർ, നല്ല നീളമുള്ള പയറാണ്. പിന്നെ നമ്മുടെ വഴുതനങ്ങ, പിന്നെ നമുക്ക് നല്ല ഗ്യാസുള്ള ഉണ്ടമുളക്. ഇതൊക്കെ നമ്മുടെ 100% ജൈവ കൃഷി രീതിയിൽ ചെയ്ത കൃഷിയിൽ നമുക്ക് കിട്ടിയ വിളവാണ് കേട്ടോ. അപ്പം ഈ കൃഷികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നും നമ്മൾ വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിളവിൻ്റെ ഒരു സന്തോഷം കൂടി ഒന്ന് പങ്കുവെക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.